ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല, പഠിച്ചോ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ പറയേണ്ട ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ ജുബി അങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിനെ പറ്റിയിട്ടാണ്, അതൊന്നുമില്ല, ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെ പറ്റി നിങ്ങൾ ആരും അങ്ങനത്തെ കമന്റ് ഇടരുത്. പിന്നെ ക്ലാസിന്റെ തലയിലേക്ക് വരും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പലതരം ജീവിത സാഹചര്യങ്ങളിലൂടെയാണല്ലോ നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷവും. ഇപ്പോൾ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ പാടില്ല, അവർ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അവർ വേദനിപ്പിക്കുന്നതോ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാം. മിക്ക സമയങ്ങളിൽ ഒരു സ്ത്രീ മറ്റൊരു വീട്ടിലേക്കാണല്ലോ ചെന്ന് കയറി പോകുന്നത്, ഭർത്താവിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ചുറ്റുപാടും മറ്റു പല ആൾക്കാരും ഇവരെ മനഃപൂർവ്വമായിട്ട് കുത്തി നോവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അഥവാ ഈ സ്വന്തം ഹസ്ബൻഡ് തന്നെ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജുബി ബാസി വ്ളോഗ്സ് എന്ന് പറയുന്ന, അധികം യൂട്യൂബിനകത്തൊക്കെ അറിയാം, ഏതാണ്ട് 9-10 ലക്ഷത്തിലധികം അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്, ഒരു വലിയ ചാനലാണ്. അപ്പോൾ അവരുടെ ഒരു വളരെ വലിയൊരു വേദനയൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ് എന്നുള്ള കാര്യം ഇച്ചിരി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നതും അവരത് ആദ്യമായിട്ട് തുറന്നു പറയുകയും ചെയ്യുകയാണ്. എന്താണെന്നുള്ള കാര്യം നോക്കാം. ഒന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, കച്ചറ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വയറും വെച്ചിട്ട് കച്ചറേൻ്റെ ഇടയിലേക്ക് പോയി നിൽക്കാനോ അവരെ മാറ്റി നിർത്താനോ എനിക്ക് പറ്റില്ല. ഞാൻ ഈ ബസ്സിലൊക്കെ എന്നോട് പറഞ്ഞു, ഈ അവിടെ ഇരുന്നു, ഞാൻ ബാക്കി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വ്യക്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ വ്യക്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, നീ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, ഓനെ ഞാൻ ജയിലിൽ കയറ്റാൻ പോവാണ് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഫുള്ള് ഡൗൺ ആയി. കാരണം എന്നോട് പറയാ, ഈ പ്രസവിക്കുന്ന ടൈമിൽ എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, ഓനെ ഞാൻ ജയിലിൽ കയറ്റാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഫുള്ളും ഞാൻ അതുവരെ ഞാൻ ഒന്നുമില്ല, ഞാനങ്ങനെ ഒന്നും എടുക്കലില്ല. ഈ പറഞ്ഞൊരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പലധികം സൂയിസൈഡുകൾ, അഥവാ പെൺകുട്ടികളൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്തൃപീഡനത്താൽ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനത്താലൊക്കെ മരണപ്പെട്ട പല കഥകളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിനെ, അഥവാ ഇവർ നിറവയറായിട്ട് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടും. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അകത്താക്കും, ജയിലിലാക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പല സ്ത്രീകൾക്കും പിന്നെ വേറെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഭർത്താവാണ്, അവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഭർത്താവിനെ ആയിരിക്കും. ആ ഭർത്താവ് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം വരും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അപായപ്പെട്ട് കഴിഞ്ഞാൽ, അപായപ്പെടുത്തി കഴിഞ്ഞാലോ നഷ്ടം അവർക്കും ആ കുഞ്ഞിനും മാത്രമാണ്. അപ്പം ചില മനുഷ്യർ ചില വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് വഴികൾ സ്വീകരിക്കും, അല്ലേ? അവർ ഏത് വഴികൾ സ്വീകരിക്കും? ആ വഴികളിലൂടെയൊക്കെ സ്വീകരിച്ചിട്ട് അവസാനം എന്തായിരിക്കും സംഭവിക്കുക? ഈ താൻ കുഴിച്ച കുഴികളിൽ തന്നെ താൻ ചെന്ന് വീഴുന്നതൊക്കെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട്, ഞാൻ ഷോക്കായിട്ട് നിന്ന് ആ ഒരു വ്യക്തി എന്നോട് അത് പറഞ്ഞപ്പോട്ടോ. അപ്പൊ ഞാൻ തിരിച്ചു എന്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ മറുപടിക്ക് നിന്നിട്ടില്ല. ഞാൻ മുണ്ടാണ്ട് അവിടെ അങ്ങനെ അത് കേട്ട് ഞാൻ നിന്നു. അപ്പോൾ ബാസിയാക്ക എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ എന്തിനാ ഇരുന്നിട്ട് അറിയണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാസിയാക്ക ഈ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. ബാസിയാക്ക ചോദിച്ചു, ഈ തിരിച്ച് പറഞ്ഞോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് ബാസിയാക്ക പറഞ്ഞു, ഈ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അത് മതി. എന്നോട് ബാസിയാക്ക എല്ലാം പറക്കണേ, ആരെന്ത് പറഞ്ഞാലും ഈ ഒരു കച്ചറക്കോ ഒരു കാര്യത്തിലൊക്കെ ഇടപെടരുത്. ആരും എന്നെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പറയണ എനിക്ക് കേൾക്കാൻ പറ്റൂല. പക്ഷെ നെഗറ്റീവ് മൊത്തം ഇരിക്കുകയാണ്. ഒരു അക്ഷരം ഞാൻ ഇന്ന് വരെ ആരോട് മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് എൻ്റെ സഹി കെട്ടിട്ട് ഞാൻ ആ വ്യക്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് 4-5 മാസം മുന്നേ ആ വ്യക്തിക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ മനസ്സിൽ അത്രയും ദേഷ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വ്യക്തിനോട് പിന്നെയും ചൂടായത്. അപ്പം കാര്യത്തിലേക്ക് അവരുടെ ഹസ്ബൻഡിനെ അകത്താക്കുമെന്നുള്ളടക്കം മാനസിക പീഡനം, ടോർച്ചറിങ്, മറ്റുള്ള പരിപാടികളൊക്കെ കാണിക്കുമ്പോഴും ഹസ്ബൻഡിൻ്റെ ആയിരുന്നു നോക്കാം, വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു, നീ അത് പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. ചില സമയങ്ങളിലെങ്കിലും പറയാറുണ്ട്. നമുക്കിപ്പം ഏറ്റവും വലിയ ആയുധമാണ് സൈലൻസ് എന്ന് വെച്ചാൽ, ചില ആൾക്കാർ നമ്മളിങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി സൈലൻ്റ് ആവാം, നമുക്ക് മിണ്ടാതിരിക്കാം, നിശബ്ദരായിട്ടിരിക്കാം, അതൊരു വലിയ ആയുധമായിട്ടൊക്കെ നിൽക്കാം. പക്ഷെ അത് അതിര് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ പ്രതികരിച്ചു പോകും. അതുപോലെ അവരത് പ്രതികരിക്കാത്തത് കൊണ്ട് ആ ഹസ്ബൻഡ് അവരെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബാസിയാക്ക പറഞ്ഞു, ഈ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, മതി. ഈയും ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു സ്വഭാവമാണെങ്കിലും നമുക്ക് എന്താ പറയാ, ഇത് തിരിച്ച് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇത് പറഞ്ഞിട്ടില്ലല്ലോ, കുഴപ്പമില്ല. ഓൽക്കൊരു കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, പഠിച്ചോ എന്ന് പറഞ്ഞ ഒരാളുടെ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മനസ്സിൽ ഇങ്ങനെ വെച്ച് ഞാൻ ചിരിക്കും, സംസാരമൊക്കെ വളരെ കുറവാണ് ആ വ്യക്തിയായിട്ട്. എനിക്ക് കാണുമ്പോൾ ചിരിക്കാലം ഉണ്ടാകുന്നതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. ഈ ഒരു നിമിഷം വരെ ആ വ്യക്തിയോട് ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല, പഠിച്ചോ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നിങ്ങൾ പറയേണ്ട ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ ജുബി അങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിനെ പറ്റിയിട്ടാണ് ഒന്നുമില്ല, ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെ പറ്റി നിങ്ങൾ ആരും അങ്ങനത്തെ കമന്റ് ഇടരുത്. പിന്നെ ലാസ്റ്റിന്റെ തലയിലേക്ക് വരാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, അപ്പോൾ അത്രേ ഉള്ളൂ. പൊരുത്തപ്പെടാൻ പറ്റൂല. പ്രഗ്നൻസി ടൈമിൽ നമ്മളോട് ആരെന്ത് ചെയ്താലും അത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റൂല. പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരുണ്ടോ, പക്ഷേ ജുബിക്ക് അത് പറ്റില്ല. കുറെ ആൾക്കാർ എന്നോട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരക്ക് വിട്ടു. പക്ഷേ ഈ ഒരു വാക്കുണ്ടല്ലോ, നിന്റെ കുട്ടിക്ക് വാപ്പനെ ഉണ്ടാക്കൂല, ഓനെ ഞാൻ ജയിലിൽ കയറ്റുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരാടി സഹിക്കും അല്ലേ? ചില സമയങ്ങളിലെങ്കിലും പറയുന്നു അതൊക്കെ വിട്ടുകളാ, മറന്നുകളാ, പോയത് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, അതൊക്കെ പറയും. ചിലതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, മറക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല, സഹിക്കാനും പറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അങ്ങ് നീറും. അത് എത്ര കാലം കഴിഞ്ഞാലും എത്ര സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും ആ ഒരു കാര്യം ഇല്ലേ, അവരുടെ ആ ഒരു മാനസിക സംഘർഷം അത് തീർച്ചയായിട്ടും അന്തർസംഘർഷമൊന്നും മാറത്തൊന്നുമില്ല. അതൊന്നും പല മനുഷ്യർക്ക് അത് പറ്റണമെന്നൊന്നുമില്ല. എവിടെയോ കിട്ടിയ വേദനയും ആവശ്യമില്ലാതെ കിട്ടിയ വിഷമവും സങ്കടമൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് മറക്കാനും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഈ പൊന്നു മോളെ മുഖത്ത് അത് ജീവാപ്പ് ആരാണെന്ന് എനിക്കറിയില്ല, മോനാണോ മോളാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളെ, അതും എന്റെ പ്രാണനായിട്ട് കാണുന്ന ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി. സോ പഠിച്ചോണ്ട് ഇപ്പോഴും ആ വ്യക്തിനെ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. എനിക്ക് ഞാൻ എന്നിട്ട് വാസക ഇപ്പൊ ഈ കാണില്ല ആ വ്യക്തി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ലൈഫോ അല്ല, ഒരിക്കലും അല്ല ആ വ്യക്തിക്ക്. പഠിച്ചോണ്ട് ഇങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത് ആ വ്യക്തിക്ക് അറിയാം, ഞാനിത് പറയുമ്പോൾ ആ വ്യക്തിയും ഇതേ സിറ്റുവേഷനിലൂടെ പോയ ഒരാളാണ്. ഒരിക്കലും ഞാൻ പൊരുത്ത് കൊടുക്കൂല. ഇതിന്റെ കാലിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വീണ് കിടന്നാൽ പോലും ഞാനത് പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്നുള്ളത് അതിന്റെ ഇടയിൽ ജീവാപ്പൊന്ന് സൈക്കിളുമൊക്കെ കിട്ടും. ഒരു പറഞ്ഞ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ലൈഫിലേക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. ചില വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നാണ്, ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇവരിപ്പോൾ പറയുമ്പോൾ ആ ഒരു വേദന അവരെത്രമാത്രം അനുഭവിച്ചിട്ടായിരിക്കും പറയാമെന്ന് വെച്ചാൽ അവരുടെ ജീവനായി കാണുന്ന ഭർത്താവ് എന്നുള്ളത്. കാരണം നമുക്ക് സമൂഹത്തിൻ്റെ അകത്ത് ഇപ്പം മിക്ക ആണുങ്ങളെക്കുറിച്ചുള്ള പേരുദോഷം എന്ന് വെച്ചാൽ ഭാര്യമാരെ സ്നേഹിക്കത്തില്ല, ഭാര്യയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, അവരെ ചുമ്മാ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നതൊക്കെ എന്നെ ജീവനായിട്ട് കാണുന്ന ഭർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത്, ബാസിയെക്കുറിച്ച് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ എന്താ പറയുക ഉള്ള ഒരു ലേഡി. ഇതിനെ കുറച്ച് നാളിന് മുമ്പ് അവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്, കുറച്ച് നാളെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിന് മുമ്പാണെന്നോ എന്തോ ഒരു വിഷയം നടന്ന സമയത്ത്. അതിനുശേഷമാണ് ഇപ്പോൾ അവർ വീണ്ടും റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില വ്യക്തികളോട് അങ്ങനെ തന്നെയാണ് നമുക്ക് എന്താ പറയുക, അവർ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും അവർ ആ ചെയ്തേക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ആഴത്തിൽ അത്രത്തോളം മുറിവേൽപ്പിച്ചത് കൊണ്ട് തന്നെ അത് ഈ ജന്മം വരെ നമുക്ക് മറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സത്യമാണ്. നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാം അല്ലേ? ലൈഫിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷോക്കായി പോകും. ഇതെന്താ ഇവരെന്താ ഇങ്ങനെ എന്നുള്ള തോന്നും. അതുപോലെ തന്നെയാണ് ആ സ്ത്രീക്കും ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് പൊറുക്കാനൊന്നും പറ്റത്തില്ല തന്നെ, അത് പൊറുക്കാനും പാടില്ല എന്നുള്ളതാണ്. ഇനി അവർ പറഞ്ഞു, ഇപ്പോൾ ദൈവികമായിട്ടുള്ള രീതിയിലാണ് അവർ പറയുന്നത്, പടച്ചവൻ അവർക്ക് ആ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ അഥവാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അനുഭവിക്കാത്തതൊക്കെ അവരുടെ കർമ്മത്തിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങളാണ്, കർമ്മ തന്നെയാണ്. മറിച്ച് ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് റിഗ്രറ്റ് അവർക്ക് തോന്നുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു, നമ്മുടെ മിസ്റ്റേക്കാണെന്ന് നമുക്ക് തിരുത്താനെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്, സത്യമാണ്. അതർവൈസ് ആ ഒരു സംഭവം തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സാധനം തിരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് മനസ്സിലാവും ഒരു സുപ്രഭാതത്തിൽ, ഇത് ഞാൻ അന്നത് ചെയ്തിട്ടാണല്ലോ, ഇന്ന് ചെയ്തിട്ടുള്ള അത് ചെയ്തുകൊണ്ടാണല്ലോ എനിക്കിത് എന്നുള്ളൊരു സംഭവമൊക്കെ ചിലപ്പോൾ തോന്നണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുകയും അങ്ങനെ കിട്ടുകയും വേണമെന്ന് തന്നെയാണ് ഞാനും അങ്ങനെ ചിന്തിക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് വീക്കാൻ പോയി അതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അതന്നെ, പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലർക്കും പല സിറ്റുവേഷനിലൂടെ പോകുന്ന പ്രഗ്നൻസി ടൈമിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്റെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഇങ്ങോട്ട് കൊടുക്കാനും പോണില്ല. ബാസിയൊക്കെ എന്നോട് പറഞ്ഞു, എടി കിട്ടിയില്ലേ, ആ വ്യക്തിക്ക് കിട്ടിയില്ല, ഇനി പിന്നെ ആ വിട്ടുകളാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാസിയാക്കാം, ഞാൻ മരിച്ചാൽ പോലും അതിന് ഞാൻ പെറ്റപ്പെട്ട് കൊടുക്കൂല ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു ദേഷ്യമുണ്ട്. പക്ഷേ ആ വ്യക്തിന്റെ മുമ്പിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ചെറിയ അസൂയകളുണ്ട്. അപ്പം അതെല്ലാത്തിലും പോയി. സത്യമാണ്, നമ്മളെ ഈ തകർക്കാനും തളർത്താനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ള സംഭവത്തിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ലോകത്ത് നിങ്ങൾ ജനിച്ചതും ഞാൻ ജനിച്ചതും ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർ ജനിച്ചതും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ആ ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അതർവൈസ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ജുബി ഈ പറഞ്ഞ കാര്യം, ജുബിയുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ടുള്ള വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് അവരുടെ വളരെ നിറവയറോടുകൂടി ഗർഭാവസ്ഥ എന്ന സമയത്താണ് എങ്കിൽ മറ്റുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കോ നമുക്കൊക്കെ മറ്റു പല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ചില മൊമെൻറ്റ്സിലൊക്കെ ചെറിയ രീതിയിലുള്ള ഇത് തോന്നും, ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും.
ബട്ട് അത് ആ ഒരു നമ്മൾ പറയില്ലേ പണ്ടൊരു രാജാവിന് ഒരു ഇത് ആരോ ഒരു ഇത് കൊടുക്കുന്നു, എന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥ വരുന്ന സമയത്ത് മാത്രം നീ ഇത് തുറന്നു നോക്കുക എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ആരാണ് പറഞ്ഞത്, എനിവേ ആ ഒരു കഥയ്ക്കകത്ത് ഇങ്ങനെയാണ്. അപ്പം ആ ഒരു ഇത് കൊടുക്കും, നിനക്ക് ഏറ്റവും നീ വീണു എന്ന് തോന്നുന്ന സമയത്ത് മാത്രം, ഏറ്റവും കൂടുതൽ വേദന തോന്നുന്ന സമയത്ത് മാത്രം തുറന്നു നോക്കുക. അങ്ങനെ ആ രാജാവ് എന്തോ ഒരു സംഭവം നടന്ന് രാജ്യം നഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞു, നഷ്ടപ്പെട്ട് ആ ഒരു വനവാസ സമയത്തും തോന്നുന്നു തുറന്നു നോക്കുന്ന സമയത്താണ് പറഞ്ഞത് ഈ അവസ്ഥയും അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും. നിങ്ങളുടെ ആയാലും എൻ്റെ ആയിരുന്നാലും ആരുടെ ആയിരുന്നാലും ലൈഫിൻ്റെ അകത്തും ഇതേ അവസ്ഥ. ഇപ്പോൾ ജുബിയുടെ ആ ഒരു അവസ്ഥ കടന്നുപോയി ഇന്ന് അവരുടെ മുമ്പിൽ വളരെ സക്സസ്ഫുള്ളി ജീവിക്കുന്നെങ്കിൽ അതിനെക്കാട്ടിലും വലുതായിട്ടൊന്നും മറുപടി ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ അനുഭവിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ കടന്നു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയും കടന്നു പോവും. ഇന്ന് നിങ്ങളൊരു കുഴിയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ആ കുഴിയിൽ നിന്നും അത് കുന്നിലേക്ക് കയറാനുള്ളതാണെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. എന്നും ആരും താഴെ കിടക്കത്തില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് വരാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ ഒരു കനലിങ്ങനെ കെടാതെ കാത്ത് സൂക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം വളരെ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എങ്കിലും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചത്. 1-2 പേര് ഇത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സ്വന്തം കുടുംബകാര്യത്തിൻ്റെ അകത്തുള്ളതാണെങ്കിൽ പോലും. പിന്നെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാസം തികഞ്ഞിരിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞുറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് പോലും തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. പടച്ചവന് ഇതെല്ലാം ഇരട്ടിയായി അവർക്ക് തിരിച്ചു കൊടുത്തു. അവരുടെ മക്കളുടെ പ്രസവ സമയത്ത് ഒരുപാട് പ്രശ്നമുണ്ടായി. കർമ്മ ഈസ് റിയൽ എന്ന് പറയുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പാപ്പ കല്യാണം കഴിഞ്ഞതിന് ശേഷം 17 വർഷമായി ഇപ്പോഴും അനുഭവിക്കുന്നു. അയാളുടെ ടോർച്ചറിങ് ഇക്കാൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തൻ്റെ ഇടം കൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു. ഇക്ക പ്രവാസിയാണ്, വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നു. പറഞ്ഞതെല്ലാം സത്യമായി പ്രഗ്നൻറ്റ് ടൈം നമ്മളോട് ചെയ്തതൊന്നും പറഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല. ഇത്രയൊക്കെ സ്നേഹം കാണിച്ചാലും നമ്മുടെ മനസ്സിൽ ആ കാര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. അള്ളോ ഒരുപാട് അനുഭവിച്ചു, ഇപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത വേദന. സത്യമാണ്, ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ പിന്നീട് ആലോചിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് തന്നെ അത് മറന്നു കളയുക, അത്രേ ഉള്ളൂ. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, കഴിയില്ല എനിക്കെന്ന് പറയുന്നു. ഇറ്റ്സ് ട്രൂ. ഗർഭിണിയായിരിക്കുമ്പോഴും ഡെലിവറി കഴിഞ്ഞ സമയത്ത് നടന്നതും കേട്ടതുമായ പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും പിന്നെ ഏതെങ്കിലും ഇൻസിഡൻറ്റ് ആകുമ്പോൾ അത് ഓർമ്മ വരും എന്നൊക്കെ പറയുന്നു. സോ എല്ലാവരും സമാനമായ കമൻറ്റാണ്. ജുബി എനിക്കിതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് വേദനിപ്പിച്ച വരച്ചവരെ പടച്ചവൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു. സത്യം. ഗർഭിണിയായ സമയത്ത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തുള്ള വേദന നമുക്ക് ഒരിക്കലും മറക്കാൻ. ഒരുപാട് പേര് അതിനകത്ത് അത് തന്നെ കമൻ്റ് ഇടുന്നു. അവരുടെ ഗർഭാവസ്ഥയിൽ അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച ആൾക്കാർക്ക് അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം അത് പുറത്തു കൊടുക്കത്തില്ലെന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇതെന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങളുടെ അനുഭവം വല്ലതും ഉണ്ടോ? അനുഭവമുള്ള അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ പിന്നീട് പിൽക്കാലത്തുള്ള സംഭവങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നാലും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അവരുടെ ലൈഫായിട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് വിടണം. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പിന്നെ പോകാതിരിക്കുക എന്നുള്ളതാണ്. എങ്കിലും നമുക്കൊരിതുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ആ വേദന മനസ്സിനകത്ത് ഇത് വരും എന്നുള്ളതാണ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക. ബൈ.